ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ വിജയിക്കും എങ്കിൽ 11 അടയാളങ്ങൾ മറക്കണ്ട, ഒന്നുകൂടി പറയാം. ഒന്നാമത്തേത്, ദുനിയാവിന്റെ കാര്യത്തിൽ അവൻ വിട്ടുവീഴ്ചയിൽ ചിന്തിക്കുകയും ആഖിറത്തിന്റെ കാര്യത്തിൽ ആഗ്രഹിച്ച് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ അടയാളം, എന്ത് കാര്യം ചെയ്താലും അത് ഇബാദത്താവണം എന്നവൻ ആലോചിക്കുന്നു, ചിന്തിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. കൂട്ടത്തിൽ അവന്റെ ഇബാദത്തുകളിൽ ഖുർആൻ പാരായണം പ്രത്യേകം ഉണ്ടായിരിക്കും. മൂന്നാമത്തെ അടയാളം, അവനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമില്ലാത്ത കാര്യമാണെങ്കിൽ അവിടെ കയറി അവൻ വർത്തമാനം പറയൂല എന്നുള്ളതാണ്. സംസാരത്തിൽ സൂക്ഷ്മത ഉണ്ടാകും. നാലാമത്തെ അടയാളം, നിസ്കാരത്തെ സൂക്ഷിക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ അടയാളം, അൻ യകൂന വറഅൻ ഫീമാ ഖല്ല ഔ കസൂറ മിനൽ ഹറാം. ഹറാമാണോ അല്ലയോ എന്നുള്ളതിൽ ഒരു സംശയമേ ഉള്ളൂ. ചെറിയൊരു കാര്യം ചിലപ്പോ ഹറാമാവാം, അല്ലെങ്കിൽ അത് ഹറാമ ആവൂല. എന്നാലും വലിയൊരു ഹറാമിനെ എങ്ങനെയാണോ പേടിക്കുന്നത്, സൂക്ഷിക്കുന്നത്, അതുപോലെ ഈ ചെറിയ ഹറാമിനെയും അവൻ സൂക്ഷിക്കും എന്നുള്ളതാണ് അവന്റെ അഞ്ചാമത്തെ അടയാളം. വിജയിക്കുമെന്നതിന്റെ അഞ്ചാമത്തെ അടയാളം. വലിയ തെറ്റുകൾക്ക് കൊടുക്കുന്ന അതേ സൂക്ഷ്മത തന്നെ ചെറിയ തെറ്റുകൾക്കും അവൻ കൊടുക്കുന്നു, അതേ രീതിയിൽ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് വിശദീകരിക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അള്ളാഹു വിശുദ്ധനാണ്, ശുദ്ധിയില്ലാത്തതൊന്നും അവൻ സ്വീകരിക്കൂല. ചില ആളുകൾക്കൊരു തോന്നലുണ്ട്, ബാങ്കിൽ പൈസ കൊണ്ടുപോയിട്ടു ഒരുപാട് പലിശ കിട്ടി, അത് കൊണ്ടൊന്ന് യതീമിനെ കെട്ടിക്കാൻ കൊടുത്താ ഈ പലിശ വാങ്ങിയതിന് കൂലി കിട്ടും എന്ന്. മഹാന്മാര് പറയുന്നുണ്ട്, മൂത്രം കൊണ്ട് നജസായ മറ്റൊരിടത്തെ ശുദ്ധീകരിക്കാൻ നോക്കിയാൽ അത് ശുദ്ധിയാകാത്തതുപോലെ ഈ പലിശ കൊണ്ടുവന്ന് നന്മയിൽ കൊടുത്താൽ അത് നന്മയാവൂല, തികച്ചും അത് ഹറാമാണ്. രണ്ട് തെറ്റ് അവിടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടാവാൻ പാടില്ല. ഹറാമ് കൊണ്ട് ചിലര് പറയാറുണ്ട് ചില ഒരു നല്ല കാര്യത്തിനല്ല ഉസ്താദെ ഒരു നുണയൊക്കെ പറയാ. ഏത് കിതാബിൽ അത് ഉള്ളത് മനസ്സിലായില്ല. ഒരു നല്ല കാര്യത്തിനല്ല ഒരു നുണയൊക്കെ പറയാം. അവന് ചെന്നാ മതി. നല്ല കാര്യം അല്ലാഹുവിൽ എത്തല, അതിനുവേണ്ടി സ്വീകരിച്ച മാർഗം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമാണ്. നമുക്ക് ലക്ഷ്യവും നന്നാവണം, മാർഗവും നന്നാവണം. ഇത് രണ്ടും നന്നായാലേ പറ്റുള്ളൂ. സിറാത്തുൽ മുസ്തഖീമിലൂടെ തന്നെ പോയാലാണ് ആ നല്ല ലക്ഷ്യത്തിലെത്തൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരാൾക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചെറിയ ഹറാമുകൾക്ക് വിട്ടുവീഴ്ച കൊടുത്തിട്ടില്ല. വലിയ ഹറാമിനെ സൂക്ഷിക്കുന്ന പോലെ തന്നെ ചെറുതിനെയും അവൻ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒരാൾ വിജയിക്കുന്നു എന്നതിന്റെ അഞ്ചാമത്തെ അടയാളം. ഒരു ഹദീസ് കേട്ടോളൂ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അള്ളാഹു നല്ലവനാ, നല്ലത് മാത്രമേ അവൻ സ്വീകരിക്കൂ. അമ്പിയാക്കളോട് അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അമ്പിയാക്കളോട് പറഞ്ഞത് മുഅ്മിനീങ്ങളോട് അവൻ പറഞ്ഞു, യാ അയ്യുഹർ റസൂൽ കുലൂ മിൻ ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ എന്ന് അംബിയാ മുർസലീങ്ങളോട് പറഞ്ഞു. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളോടും പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖനാകും, നല്ലത് നിങ്ങൾ ഉപയോഗിക്കൂ, നല്ലത് തിന്നൂ എന്ന് പറഞ്ഞു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ ഈ രീതിയിൽ ഖുർആനിന്റെ ആയത്ത് എടുത്ത് വെച്ചിട്ട് നല്ലത് മാത്രമേ അല്ലാഹ് സ്വീകരിക്കൂ, നന്മയാകൂ എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ ഒരു സൂഫിയെ കുറിച്ച് പറഞ്ഞു. ഈ സൂഫിയുടെ പ്രത്യേകത, സൂഫി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ളവനാ. പക്ഷെ ഈ സൂഫിയെ കുറിച്ച് റസൂലുള്ളാഹി പറയാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാം അയാൾ ഒഴിവാക്കി, പടച്ചോന് വേണ്ടിയിട്ട് എല്ലാ സുഖങ്ങളും അയാൾ ത്യജിച്ചു. എന്നിട്ട് അയാൾ ഇങ്ങനെ റബ്ബിന്റെ മാർഗത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇബാദത്തുകളായി അവനിങ്ങനെ തീർത്ഥാടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ തീർത്ഥാടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സൂഫിയായ മനുഷ്യൻ അള്ളാഹ് എന്ന ചിന്തയിൽ അവന്റെ മുടി ജട പിടിച്ചു പോയി, അവൻ അറിഞ്ഞിട്ടില്ല. അവന്റെ ശരീരം പൊടിപുരണ്ടു, അവൻ അറിഞ്ഞിട്ടില്ല. അവനിങ്ങനെ യാത്ര മുഴുവൻ അവൻ ദുആ ചെയ്തുകൊണ്ടിരിക്കുക. യദ്ഉ ഇലൈഹി ഇലസ്സമാഇ യാ റബ്ബി യാ റബ്ബി യാ റബ്ബി, അല്ലാഹുവേ എന്റെ മാത്രം റബ്ബേ,
എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഇങ്ങനെ ദുആ ചെയ്തവന്റെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവന്റെ യാത്രയിൽ അവൻ ഇങ്ങനെ അല്ലാഹുവിൽ ലയിച്ച് യാത്ര ചെയ്യുന്നു. സൂഫിയ ശരീരത്തിൽ പൊടിയുണ്ട്, മുടി ചട പിടിച്ചത് അവൻ അറിഞ്ഞിട്ടില്ല. അത്രത്തോളം മനസ്സിൽ അല്ല നിറഞ്ഞു നിൽക്കുന്ന സൂഫിയുണ്ടല്ലോ. വമത്അമുഹു ഹറാം വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലിദാലിക. നബി മുഹമ്മദ് മുസ്തഫ സ്വഹീഹ് മുസ്ലിം. ഇങ്ങനത്തെ സൂഫി ഇട്ടിരിക്കുന്ന വസ്ത്രം ഹറാമിൽ സമ്പാദിച്ചതാണെങ്കിലോ, ആ സൂഫി അന്ന് കഴിച്ച ഭക്ഷണം ഹറാമിൽ സമ്പാദിച്ചതാണെങ്കിലോ, സൂഫിയാണെങ്കിലും അവൻ കുടിച്ച വെള്ളം ഹറാമിൻ്റെതാണെങ്കിലോ, ഇവൻ ചെയ്യുന്ന ഈ ദുആകൾക്കോ ഇവൻ ചെയ്യുന്ന അമലുകൾക്കോ അല്ലാഹു പ്രതിഫലം കൊടുക്കൂല, റബ്ബ് സ്വീകരിക്കൂല. എന്തുകൊണ്ട്? അത് ഹറാമാണ്. ഹറാമായത് തിന്നുന്ന കുഞ്ഞുമക്കള് ഉപ്പാക്ക് വേണ്ടി നിഷ്കളങ്ക നിർമ്മലമായ മനസ്സോടുകൂടെ മഗ്രിബ് കഴിഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ദുആ, മക്കള് ഹറാമ് തിന്ന് അവർ ദുആ, ഭാര്യ ഹറാമ് തിന്നിട്ട് നമുക്ക് വേണ്ടി ദുആ, ഭർത്താവ് ഹറാമ് തിന്നിട്ട് നമുക്ക് വേണ്ടി ദുആ, ഖത്തീബ് ഹറാമ് തിന്നിട്ട് നമുക്ക് വേണ്ടി ദുആ, ഫഅന്നാ യുസ്തജാബു. എങ്ങനെ ഉത്തരം കിട്ടും? നബി മുഹമ്മദ് മുസ്തഫ ഹറാമുകൾ അവഗണിച്ച് കളയണം, ഹറാമുകൾ അവഗണിച്ച് കളയണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലാ യക്സിബു അബ്ദുൻ മാലൻ മിൻ ഹറാം ഫയൂഫിഖു മിൻഹു ഫയുബാറക ലഹു ഫീഹി. ഹറാമിൽ സമ്പാദിച്ചത് ദാനം ചെയ്താൽ അതിൽ ഖബൂലിയത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ്. ഹറാമിൽ സമ്പാദിച്ചത് കൊണ്ടുവന്ന് ചിലർ നോമ്പ് തുറ നടത്താറുണ്ട്, ഖബൂലിയത്തില്ല. ഇനി കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഇന്നല്ലാഹു അസ്സ വജല്ല ലാ യംഹുസ്സിയ്യ ബിസ്സിയ്യി. തെറ്റിനെ തെറ്റായി സമ്പാദിച്ചത് കൊണ്ടുവന്ന് മാറ്റാൻ നോക്കിയാൽ അല്ലാഹു അത് മാച്ചു കളയൂല. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഇനി കേട്ടോളൂ മറ്റൊരു ഹദീസ്. ഹബീബ് പറയുന്നു, ഹറാമു കൊണ്ട് വളർന്ന ഒരു ശരീരം അത് നരകത്തിനുള്ളതാ. നബി മുഹമ്മദ് മുസ്തഫ. ഹറാമു കൊണ്ട് വളർന്ന ഒരു കോശമാണ് നമ്മുടെ ശരീരത്തിലുള്ളത് എങ്കിൽ അത് നരകത്തിനുള്ളതാ. നബി മുഹമ്മദ് മുസ്തഫ. കഅബ് ഇബ്നു ഉജ്റയോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട് ഹദീസ്, ഇന്നഹു ലാ യദ്ഖുലുൽ ജന്നത ലഹ്മുൻ നബത്താ മിൻ സുഹത്തിൻ അന്നാറു ഔലാ ബിഹി. ഓ കഅബ് ഇബ്നു ഉജ്റ എന്നവരെ, ഹറാമിൽ നിന്നും വളർന്ന ശരീരമുണ്ടല്ലോ, ഹറാം ശ്വസിച്ച ശരീരമുണ്ടല്ലോ, ഹറാം കുടിച്ച ശരീരമുണ്ടല്ലോ, ഹറാം തിന്ന ശരീരമുണ്ടല്ലോ, അതിന്റെ പേരിൽ ഒരു കോശം വളർന്നിട്ടുണ്ടെങ്കിൽ ആ ശരീരം സ്വർഗത്തിലേക്കില്ല. അത്തരം ശരീരങ്ങൾ നരകത്തിൻ്റെതാ. നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഹദീസ് കേട്ടോളൂ. ഹബീബായ നബി തങ്ങൾ മിഅ്റാജിന്റെ അനുഗ്രഹ അനുഭൂതി നിറഞ്ഞ യാത്രയില് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7-ാം ആകാശത്തിൽ ഒരാളെ കണ്ടു. അയാളുടെ വയറ് ഒരു വീടിന്റെ വലിപ്പമാണ്. അയാൾ ആ വയറ് വലിച്ച് വലിച്ച് നടക്കുന്നു. ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, ആരാണ് അയാൾ? ജിബ്രീൽ പറഞ്ഞു, നബിയേ, ആ വീട് പോലെ വലിപ്പമുള്ള വയറുള്ള മനുഷ്യനുണ്ടല്ലോ, ഭൂമിയിൽ വെച്ച് പലിശ തിന്നവനാ. പലിശ അങ്ങോട്ട് കൊടുത്താലും പലിശ ഇങ്ങോട്ട് വാങ്ങിയാലും ഒരേ പരിഗണന. അന്യ ആണ് പോയി അങ്ങോട്ട് തൊട്ടാൽ പെണ്ണിന്റെ ഉളു മുറിയുന്നു, അന്യ പെണ്ണിന്റെ. അവൾ ഇങ്ങോട്ട് വന്ന് തൊട്ടാൽ ഇവൻ ഇഷ്ടപ്പെട്ടിട്ടല്ല, എന്നാലും ഇവന്റെയും ഉളു മുറിയുന്ന പോലെ. പലിശ കൊടുത്താലും ഹറാം, പലിശ വാങ്ങിയാലും ഹറാം. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പൊ ഹറാമുകൾ ഒഴിവാക്കാം. ഒരു കാലം വരാനുണ്ട്, ആ കാലം ഈ കാലമാണ്. കേട്ടോളൂ ഹദീസ്. സ്വഹീഹുൽ ബുഖാരി. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി
യഅതി അലന്നാസി സമാൻ ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹറാം അമിനൽ ഹലാൽ അമിനൽ ഹലാൽ അമിനൽ ഹലാൽ അമിനൽ ഹറാം. ഒരു കാലം വരാനുണ്ട്, അന്ന് ആളുകൾക്ക് പ്രശ്നമല്ല, അവൻ സമ്പാദിക്കുന്നതിനെ കുറിച്ച് ആളുകൾ പ്രശ്നമാക്കുന്നില്ല. അത് ഹലാലോ അത് ഹറാമോ അങ്ങനെ ചിന്തിക്ക തന്നെയില്ല. പോളിസി കൂടാത്തവർ ആരാണെന്ന് ചോദിച്ചാൽ കയ്യ് പൊക്കാൻ മടിയുള്ളവരുണ്ട്. പണയം വെക്കാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൈ പൊക്കാൻ ആരുമുണ്ടാവില്ല. പലിശയിൽ ബന്ധപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ ആരുമില്ല. ആർക്കും ഒരു പ്രശ്നമല്ല. എന്നോട് ഈ കഴിഞ്ഞ ആഴ്ച ഒരാൾ പറഞ്ഞു, എന്റെ മക്കള് വലുതായി ഉസ്താദേ, അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഹജ്ജിന് പോവാൻ നേരം മക്കള് വലുതായി വന്നതല്ലേ, പൈസ തികയാതെ വന്നു കഴിഞ്ഞാൽ മോനെ കൊണ്ട് ഒരു ലോൺ വെക്കാമെന്ന് ഞാൻ കരുതിയതാ. പക്ഷെ അള്ളാഹുവിന്റെ കൃപ വേണ്ടി വന്നില്ല. ആലോചിച്ച് നോക്കണേ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മനുഷ്യര് ഹലാലും ഹറാമും പ്രശ്നമാക്കാത്ത കാലമുണ്ട്. ഹലാലും ഹറാമും അവൻ പ്രശ്നമാക്കാത്ത കാലം. അങ്ങനെ ഒരു കാലം വരും, അത് ലോകാവസാനത്തിന്റെ അടയാളം. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർ ഹറാമിനെ പ്രശ്നമാക്കാത്ത കാലഘട്ടത്തിലാ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി കേട്ടോട്ടോ, ഒരു ഹദീസ് കൂടി പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, നമ്മളൊക്കെ മുത്തഖീങ്ങളാവാൻ ആഗ്രഹിക്കാണ് അല്ലേ? അള്ളാഹു മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. എന്തുട്ടാ ഈ മുത്തഖി? ഹറാമുകൾ ഒഴിവാക്കി, അള്ളാഹു ചെയ്യരുതെന്ന് പറഞ്ഞതൊക്കെ ഒഴിവാക്കി ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യുന്നവനെ മുത്തഖി എന്ന് പറയാം. അങ്ങനെ അതിന്റെ അർത്ഥം. അവിടെ തന്നെ രണ്ട് കാര്യമുണ്ട്. ചെയ്യാൻ പറഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വരൂല. പറ്റണ പോലെ ചെയ്താൽ മതി, ചെയ്യേണ്ടത് പറ്റണ പോലെ ചെയ്താൽ മതി. അരുതെന്ന് പറഞ്ഞത് ചെയ്യരുത്, തീരെ പാടില്ല, അതിൽ വിട്ടുവീഴ്ചയില്ല. മുത്തഖിയാവാൻ അത് മതി. ഇനി കേട്ടോളൂ, ആരാണ് മുത്തഖി? നമ്മളെ മുത്തഖിയാണോ? റസൂലുള്ളാഹി പറയുന്നു, മഹാന്മാരായ സ്വഹാബത്തിനോട് ഹബീബ് പറഞ്ഞു, ലാ യബ്ലുഗുൽ അബ്ദു അൻ യകൂന മിനൽ മുത്തഖീന ഹത്താ യദഅ മാ ലാ ബഅസ് ബിഹി ഹദറൻ ലിമാ ബിഹിൽ ബഅസ്. ചെയ്താൽ കുഴപ്പമില്ല എന്ന് തോന്നുന്ന കാര്യം ഇനി കുഴപ്പം ഉണ്ടായാലോ എന്നോർത്ത് ഒഴിവാക്കാം. കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കല്ല കുഴപ്പം. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം പടച്ചറബിന്റെ മുന്നിൽ പ്രശ്നമാണ്, ശിക്ഷയുണ്ട്. തെറ്റാകുമോ ഇല്ലയോ എന്നതിനെ കുറിച്ച് നമുക്കൊരു സംശയമുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആ കാര്യത്തെ പേടിക്കാണിത്. ഒരു പക്ഷെ ഇനി കുഴപ്പമായാലോ, ഇത് തെറ്റായാലോ എന്ന് ചിന്തിച്ച് തെറ്റാണോ അല്ലയോ എന്ന് സംശയിക്കുന്നിടത്ത് തെറ്റായാലോ എന്നോർത്ത് ഒഴിവാക്കാതെ ഒരാൾക്ക് മുത്തഖിയാവാൻ പറ്റൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മുത്തഖീങ്ങളുടെ കൂടെ പെടണം, മുത്തഖിയാവാണ്ട് പറ്റൂല. ഇനി കേട്ടോളൂ, ഒരാൾ വിജയിക്കും എങ്കിൽ അയാളിൽ കാണുന്ന 11 അടയാളങ്ങളിൽ 6ാമത്തേത് നല്ലവരുടെ കൂടെ ആയിരിക്കും. ആരുടെ കൂടെ കൂടാൻ? നല്ലവർ, നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃത്തുക്കൾ. നല്ല സുഹൃത്തുക്കൾ മക്കളെ പഠിപ്പിക്കണം. നല്ല സുഹൃത്തിനെ തേടി പിടിക്കണമെന്ന് പെൺകുട്ടിയോട് പ്രത്യേകം പറയണം. സുഹൃത്തിനെ തേടുമ്പോ പെണ്ണായിരിക്കണോട്ടോ സുഹൃത്ത്. ആൺകുട്ടിയോട് പറയണം, നല്ല സുഹൃത്തിനെ തേടുമ്പോ ആണ് തന്നെ ആയിരിക്കണേ സുഹൃത്ത്. വറജുലാനി തഹബ്ബാ ഫില്ലാഹി വജ്തമഅ അലൈഹി വതഫറഖാ അലൈഹി ഔ കമാ ഖാല റസൂലുള്ളാഹി. നല്ല കൂട്ടുകാരനാണ് എങ്കിൽ, നല്ല കൂട്ടുകാരിയാണ് എങ്കിൽ അർശിന്റെ തണല് കിട്ടുന്നവർ അവർ 2 പേരാ. നബി മുഹമ്മദ് മുസ്തഫ. നല്ല കൂട്ടുകളുണ്ടെങ്കിൽ കളയരുത് കേട്ടോ, അതൊരു സമ്പാദ്യ നാളത്തേക്ക്. നല്ല കൂട്ടൊക്കെ ഉസ്താദ് 2 ആഴ്ച കൂടുമ്പോ 1000 രൂപ വായ്പ ചോദിക്കും, അതുകൊണ്ട് ഞാൻ തൽക്കാലം മാറ്റി നിർത്തിയേക്കാം. അങ്ങനത്തെ കൂട്ടൊന്നും വേണ്ട. നല്ല കൂട്ടം അങ്ങനെ നമ്മളെ ഇടങ്ങേറാക്കൂല.
നല്ല കൂട്ടുകൾ സമ്പാദ്യത്തിൽ ഏറ്റവും നല്ല സമ്പാദ്യം നല്ലൊരു കൂട്ടുകാരനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാള് വിജയിക്കുമെങ്കിൽ അയാളിൽ കാണുന്ന ഏഴാമത്തെ അടയാളം അവൻ വിനയമുള്ളവനായിരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. കിബറുണ്ടാവൂല, വിനയം. കിബറിന്റെ ഒരു ഭാഗമാണ് പൊങ്ങച്ച വർത്താനം. വലിയ വർത്താനം പറയൂല, പൊങ്ങച്ച വർത്തമാനം പറയൂല. കിബർ ഒട്ടുമേ ഇല്ല, വിനയമായിരിക്കും. വിനയമുള്ള ആളുകൾ എത്രയാ നമ്മുടെ കൂടെയുള്ളത്. അവരുടെ വിനയം കണ്ടാൽ നമ്മൾ മഹാനായ ശൈഖുനാ തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ അല്ലാഹു ഖബർ സ്വർഗത്തിന്റെ കൊട്ടാരമാക്കട്ടെ. വിനയമാണ് ശൈഖുനാ ചെറുവാളൂർ ഉസ്താദ്, വിനയമാണ് സയ്യിദ് മുഹമ്മദ് കോയ ബഅലവി എസ്എംക തങ്ങൾ, വിനയമാണ്. അല്ലാഹു അവരുടെ ഉഖ്റവിയായ ദറജ ഏറ്റുകൊടുക്കട്ടെ. വിനയം, വിനയം. കിബറുണ്ടാവില്ല. അണുമണിത്തൂക്കം കിബർ ഖൽബിലുള്ളവൻ സ്വർഗത്തിൽ പോവൂല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്തൊക്കെയാണെന്നൊരു തോന്നലാ കിബർ. അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ മിണ്ടലൊക്കെ കുറയും. കിബർ ഒരു അറബി വാക്ക, പക്ഷെ അത് മലയാളിക്ക് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കണ്ട. ആ കിബർ മനസ്സിൽ നിന്ന് ഒഴിവാവലാണ് നമുക്ക് സ്വർഗം കിട്ടാൻ ഏറ്റവും വലിയ യോഗ്യത. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിജയിക്കുന്നവന്റെ ഒരു പ്രധാന അടയാളമാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവൻ വിനയം ഉള്ളവനായിരിക്കും. 7 എണ്ണം പറഞ്ഞു, ജീവിതത്തിൽ പകർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. 11 അടയാളങ്ങളിൽ 8ാമത്തെ അടയാളം നമ്മൾ ഇനി ചർച്ച ചെയ്യുന്നത്. ആദ്യം പറഞ്ഞ 7 എണ്ണം ഒന്ന് ഓടിച്ചൊന്നുകൂടി പറയാം. ഒന്നാമത്തേത് ദുനിയാവിന്റെ കാര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യും, വിട്ടുവീഴ്ച ചെയ്യും. ആഖിറത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യില്ല, നല്ല ആഗ്രഹത്തിൽ ചെയ്യും. 2ാമത്തെ അടയാളം ഏത് കാര്യം ചെയ്താലും അതൊരു ഇബാദത്താക്കാൻ ശ്രദ്ധിക്കും. പ്രത്യേകിച്ച് ഖുർആൻ പാരായണം ഡെയിലി കൂടെ ഉണ്ടാവും. 3ാമത്തെ അടയാളം അവന് ആവശ്യമില്ലാത്തവിടത്ത് കയറി വർത്താനം പറയൂല, സംസാരത്തിൽ സൂക്ഷ്മത ഉണ്ടാകും. 4ാമത്തെ അടയാളം നിസ്കാരത്തെ കൃത്യമായി സൂക്ഷിക്കുന്നു, സമയബന്ധിതമായി നിർവഹിക്കുന്നു. 5ാമത്തെ അടയാളം ചെറിയ കാര്യം ഹറാമിനെ ചെറുതാണേൽ പോലും വലിയ ഹറാമ് സൂക്ഷിക്കുന്ന പോലെ സൂക്ഷിച്ച് അവൻ ഒഴിവാക്കുന്നു. 6ാമത്തെ അടയാളം നല്ലവരുടെ കൂടെ ആയിരിക്കും കൂട്ട്. 7ാമത്തെ അടയാളം അവൻ വിനയമുള്ളവനായിരിക്കും, ഒരു തരി പോലും അവനിൽ കിബർ ഉണ്ടായിരിക്കൂല. 8ാമത്തെ അടയാളം അവൻ ആർദ്രത ഉള്ളവനായിരിക്കും. ആർദ്രത എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള മനസ്സ്. കയ്യിലൊന്നുമില്ല, പക്ഷെ കൊടുക്കാൻ നല്ലൊരു മനസ്സുണ്ട്. ആ മനസ്സും ഉണ്ട്, കൊടുക്കാനുള്ള സാധനവും കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാണ്ട കയ്യിൽ വെച്ചിട്ട് മനസ്സ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, കൊടുക്കുകയും കൂടി വേണം. ഇല്ലാനിറ്റും കൊടുക്കാനൊരു ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ള കൊടുക്കാനുള്ള മനസ്സ്. ചില ആളുകൾ വാരിക്കോരി കൊടുക്കുന്നത് കണ്ടാൽ അത്ഭുതപ്പെടും. ആർദ്രമായ മനസ്സ് എന്നതിന് പറയാം, സഖാവത്ത് എന്ന് പറയും, മാന്യത എന്നാ പറയാം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവനും അതാണ്. ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഒരു ഹദീസ് കാണാം. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയുടെ കൂടെ ഞാൻ നടന്നു വരാണ്. അനസ് തങ്ങൾ പറയുന്നു, മുത്ത് നബിയുടെ കൂടെ ഞാൻ നടന്നു വരുന്നു. ആ സമയമുണ്ടല്ലോ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഒരു നജ്റാനിൽ നിന്ന് കൊണ്ടുവന്ന പുതപ്പുണ്ട്. ഒരു ഉത്തിരിയം തോളിലൂടെ അങ്ങനെ ഇട്ടു. അതിന്റെ അരിക് വല്ലാതെ പരിപരുത്തിരിക്കുന്നു. ഒരു അഅറാബിയായ മനുഷ്യൻ, വിവരമില്ലാത്ത മനുഷ്യൻ, ഒരു സ്വഹാബിയാണ്. അയാൾ ഇങ്ങനെ നേരെ കയറി വരാ റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക്. നബി അങ്ങോട്ട് നടക്കുന്നു. ഈ പുതപ്പ് കണ്ട അയാള് റസൂലുള്ളാഹിയുടെ കഴുത്തിൽ കിടക്കുന്ന അരിക് മൂർച്ചയുള്ള ആ ഉത്തിരീയത്തെ, ആ ഷാളിനെ ഈ അഅറാബി ഒരൊറ്റ വലിയങ്ങ് വലിച്ചതോടുകൂടി അള്ളാഹുവിന്റെ ഹബീബിന്റെ കഴുത്തിന്റെ തട്ടിൽ അത് മുറിവുണ്ടാക്കി. അനസ് തങ്ങൾ പറയാ, നബിയുടെ കഴുത്തിന്റെ തട്ടിലേക്ക് ഞാൻ നോക്കിയപ്പോൾ കഴുത്തിന്റെ തട്ടിൽ മുറിവിന്റെ അടയാളം കാണാം. ഒരൊറ്റ വലിയ ഇങ്ങേര് വലിച്ചത്. ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒന്നും പറഞ്ഞതേയില്ല. അങ്ങനെ നീ അത് കൊണ്ടുപോവണ്ട എന്നല്ല പറഞ്ഞത്. അയാളത് പിടിച്ചു വാങ്ങി. എന്നിട്ട്
ഹബീബിനോട് പിന്നെ ഇങ്ങനെ സംസാരിച്ചു, മുർലി മിൻ മാലില്ലാഹില്ലദി ഇൻദക. യുദ്ധത്തിനൊക്കെ പോകുമ്പോ ഒരുപാട് ഗനീമത്ത് സ്വത്ത് കിട്ടാറുണ്ട്, അള്ളാന്റെ മുതലാണത്. അതിങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാണ്ട് ഇനി കുറെ കൂടി ഞങ്ങൾക്ക് വേണം മുഹമ്മദേ. സ്വഹാബികളോട് പറയും, ഞങ്ങൾക്കുള്ളത് ഇനിയും തരാൻ. അതങ്ങനെ അവിടെ കൂട്ടി വെച്ചിട്ട് എന്താ കാര്യം? അങ്ങനെ അവിടെ കൂട്ടി വെച്ചിട്ടില്ല, റസൂലുള്ളാഹി കൊടുക്കാതിരുന്നിട്ടുമില്ല. ഇയാളുടെ വർത്താനം ഒരു സുഖലത്ത വർത്താന. നമ്മളാണെങ്കിൽ ഇപ്പൊ അറാബിയായ മനുഷ്യൻ അവിടെ ഷഹീദായിട്ടുണ്ടാവും, കാരണം ഒന്നങ്ങോട്ട് കൊടുക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ അറാബിയായ മനുഷ്യനിലേക്ക് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഫളഹിക, ഹബീബ് ചിരിച്ചു കാണിച്ചു. സുമ്മ അമറ ലഹു ബിഅത്താ, സ്വഹാബികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഗനീമത്ത് സ്വത്തിൽ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് കൊടുത്തേക്ക് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ മുറിവ് ഇവിടെ ഉണ്ടാക്കി. അങ്ങനെയുണ്ട് ചില ആൾക്കാർ പള്ളിയിലെ കമ്മിറ്റിക്കാരോട് പിണങ്ങും, എന്നിട്ട് പള്ളിക്ക് 10 പൈസ കൊടുക്കൂല. കൊടുക്കണമെന്നുള്ളവൻ കൊടുക്കും, കൊടുക്കണം എന്നുള്ളവർ കൊടുക്കും. അതിനുണ്ടാവണമെന്നില്ല, എവിടെന്നേലും അള്ളാഹു എത്തിച്ചു കൊടുക്കും. അതാണ് അതിൻ്റെ ഒരു രീതി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരാള് വിജയിക്കും എങ്കിൽ അയാളിൽ കാണുന്ന 9ാമത്തെ അടയാളം അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കരുണ ഉള്ളവരായിരിക്കും. അള്ളാഹുവിന്റെ സൃഷ്ടികളോട് കരുണ. മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം, 2 മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം, പൂച്ച കിടന്നുറങ്ങിയത് നിസ്കരിക്കാൻ ഇട്ട് കൊണ്ടുപോവേണ്ട കമീസിന്റെ കയ്യിലാണ്, കൈഭാഗം കഫിലാണ് പൂച്ച കിടന്നുറങ്ങിയത്. നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകണം, ബാങ്ക് വിളിക്കാനായി ഈ കമീസ് ഇട്ടിട്ട് പോകണം. കമീസിന്റെ കയ്യിന്റെ മുകളിൽ പൂച്ച കിടക്കുന്നു. കത്രിക കൊണ്ടുവന്ന് ആ കമീസിന്റെ കൈ വെട്ടി. നമ്മളെപ്പോലെ ഒരുപാട് ഇടാനും ഉടുക്കാനുമുള്ള ആൾക്കാരല്ലവര്. എന്നിട്ട് കൈ മുറിഞ്ഞതിട്ടുകൊണ്ട് നിസ്കരിക്കാൻ പോയി. അവിടെ ചെന്നപ്പോ മറ്റുള്ളവരൊക്കെ ചോദിച്ചു. കൂടുതൽ വിശദീകരിച്ചില്ല, വീട്ടിലേക്ക് തിരിച്ചു വന്നു. പൂച്ച അപ്പോഴേക്കും ഓർക്കൊക്കെ കഴിഞ്ഞ് ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് 2 സിസർ ഫിൽറ്ററൊക്കെ വലിച്ച് പൂച്ചയുടെ പണിക്ക് പോയി. പൂച്ച ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ആ കമീസിന്റെ കഫ് തുന്നി പിടിപ്പിക്കാൻ ചെയ്തത്. ഇത് ഒരുപാട് മഹാന്മാരുടെ ചരിത്രത്തിൽ കാണാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ ഒരു അനുഭവം ഉള്ളതായിട്ട് എവിടെയോ വായിച്ചു തോർക്കുന്നുണ്ട്. പല മഹാന്മാരായ അഖ്താബികളായ ഔലിയാക്കളുടെ ജീവിതത്തിൽ ഇതുപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇവരൊക്കെ വീട്ടിൽ പൂച്ച ഉണ്ടാവും, ഇവരുടെ വീട്ടിൽ കോഴി ഉണ്ടാവും, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വളർത്തും. ജീവജാലങ്ങളോട് സ്നേഹം വേണം, കരുണ വേണം. ആട് മേക്കാത്ത ഒരാളും നബിയായി വന്നിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആടിനെ മേക്ക എന്നത് വല്ലാത്ത ഒരു പണി തന്നെയാണ്. അതിന് വേണ്ട സമയത്ത് ഭക്ഷണം, അതിന് വേണ്ട പരിചരണം, വിശപ്പ് മാറാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇതിനെ മേച്ചു കൊണ്ട് നടക്കുന്ന വലിയ പണിയാണ്. ആടിനെ മേച്ചിട്ട് ഒരു വലിയ എക്സ്പീരിയൻസ് കൊടുത്തിട്ടാണ് അമ്പിയാക്കളെ മനുഷ്യന്മാരുടെ ഇടയിലേക്ക് അള്ളാഹു തആല പറഞ്ഞയച്ചിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വിജയിക്കുമെങ്കിൽ അവനിൽ കാണുന്ന 9ാമത്തെ അടയാളം സൃഷ്ടികളുടെ കാര്യത്തിൽ ഏത് ജീവിയെയും ഏത് സൃഷ്ടിയെയും അവൻ കാരുണ്യം കൊണ്ട് പരിചരിക്കുന്നു. എന്നാൽ കൊല്ലൽ നിർബന്ധമായ ചില ജീവികളുണ്ട് കേട്ടോ, അതിനെ കൊല്ല തന്നെ വേണം. നമ്മുടെ വീടിൻ്റെ അകത്ത്, പെരയുടെ അകത്ത്, അല്ലെങ്കിൽ നമ്മുടെ പരിസരത്ത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വരുന്ന ചില ജീവികളുണ്ടാവും, അതിനെ കൊല്ലേണ്ട വരും. കൊല്ലേണ്ടതിനെ കൊല്ലണം. എലിപ്പെട്ടി വെക്കാറുണ്ട്, നമ്മള് എലിക്കത്രിക വെക്കാറുണ്ട്. എലിനെ കൊല്ലണം. കുരയ്ക്കുന്ന നായെ പോലും കൊല്ലണം. തെരുവ് നായ്ക്കൾ ശല്യം ഉണ്ടാക്കുന്നുണ്ട്, മനുഷ്യനെ ഉപദ്രവിക്കുന്നുണ്ട്, കൊല്ലണം എന്ന രീതിയിലാണ് ഇസ്ലാമിക അധ്യാപനം. അപ്പോൾ അതല്ല പറഞ്ഞത്, അള്ളാഹുവിന്റെ സൃഷ്ടികളോട് നമുക്ക് പൊതുവെ ഒരു കാരുണ്യത്തിന്റെ ബോധമുണ്ടാവണം എന്നുള്ളതാണ്. 10ാമത്തെ കാര്യം ഒരു പരോപകാരിയായിരിക്കണം. ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കൽ തന്നെയാണ് ഏറ്റവും വലിയ ഉപകാരം.
മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ആളായിരിക്കണം. മഹാന്മാരായ അമ്പിയാക്കൾ അങ്ങനെയാണ്. കേട്ടോളൂ പരിശുദ്ധ ഖുർആൻ, വജഅലനി മുബാറകൻ ഐനമാ കൂതു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഈസാ നബി തൊട്ടിലിൽ കിടന്ന് പറഞ്ഞതാണ് ഈ വാക്കുകൾ. അള്ളാഹു എന്നോട് ഏൽപ്പിച്ചിരിക്കുന്നത് ജനങ്ങൾക്ക് സേവനം ചെയ്യാൻ തൊട്ടിലിൽ കിടന്ന് പറഞ്ഞതാണ്. വജഅലനി മുബാറകാ, അള്ളാഹു എന്നെ ഒരു ബറക്കത്തുള്ള മനുഷ്യനാക്കി. ഐനമാ കുന്തു, ഞാൻ എവിടെ ചെന്നാലും അതിന് അർത്ഥം കേട്ടോളൂ, നഫാഅൽ ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പലരും ആ നാട്ടിലുണ്ട്. അവരെ പോലെയല്ല ഞാൻ, അവരെക്കാൾ കൂടുതൽ ഉപകാരം ചെയ്യുന്ന ആളാവാൻ അള്ളാഹു എന്നെ നിയോഗിച്ചു എന്ന് സയ്യിദുനാ ഈസാ. ഇനി കേട്ടോളൂ, ഒരാൾ നന്നാവണമെങ്കിൽ, നല്ലവനാണ് എങ്കിൽ തിരിച്ചറിയാനുള്ള 11ാമത്തെ അടയാളം, അവൻ സ്വന്തം മരണത്തെ ധാരാളം ഓർക്കുന്നവനായിരിക്കും. സ്വന്തം മരണത്തെ ധാരാളം ഓർക്കുക എന്നത് നമ്മൾ വിജയിക്കാൻ കാരണമാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വന്തം മരണത്തെ ധാരാളം ഓർക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ചിന്ത തന്നെ ജീവിതത്തിൽ ഉണ്ടാവില്ല, കുറവാണ്. സ്വന്തം മരണത്തെ ഓർക്കാം ആരും ഇഷ്ടപ്പെടുന്നില്ല. സ്വന്തം മരണത്തെക്കുറിച്ച് ആലോചിക്കലും ചിന്തിക്കലും മനുഷ്യന് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. ആ രീതിയിലേക്ക് ജീവിതത്തിന്റെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സ്വന്തം മരണം എന്നുള്ളത് ഒരു മനുഷ്യനെ സംസ്കരിക്കുകയാണ്. മരണത്തിന്റെ കെടുതികൾ മഹാന്മാർ ചർച്ച ചെയ്യുന്നതായി കാണാം. ഒന്നാമത്തേത്, ഈ മരണം ജീവനിങ്ങനെ ഊരിയെടുക്കുമ്പോ വല്ലാത്ത വേദനയാണ്. മരണത്തിന്റെ ഒന്നാമത്തെ കെടുതി അതാണ്. ഊരിയെടുക്കുമ്പോ വല്ലാത്ത വേദന. കാലിലൊരു മുള്ള് തറച്ചു, ഒന്ന് ഊരിയെടുക്കുമ്പോ 2 വേദനയാ. ഒന്ന് മുള്ള് തറച്ച വേദന, 2 ഊരിയെടുക്കുന്ന വേദന. എത്ര വേദനയാണെന്നാൽ ശരീരത്തിന്റെ അംശമല്ല, റൂഹ് മുഴുവനായി ഊരിയെടുക്കപ്പെടുന്ന മരണം. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ, എന്റെ ശരീരത്തിൽ നിന്റെ റൂഹ് വ്യാപിച്ചു കിടക്കാ, ശരീരം മുഴുവൻ എവിടെ തൊട്ടാലും അറിയും. കാലിന്റെ താഴെയിലെ വിരല് പോലും അതിന്റെ നഖം വളർന്ന അവസ്ഥയിൽ. ശരീരത്തിന്റെ അങ്ങേയറ്റം തലമുടി, അവിടെ അത് വളരുന്നു. ഇങ്ങേയറ്റം കാലിന്റെ വിരലിലെ നഖം, അത് വളരുന്നു. ഇങ്ങനെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന റൂഹിനെ വലിച്ച് ചുരുട്ടി കൊണ്ടുവന്ന് തൊണ്ടക്കുഴിയിലൂടെ ഊരിയെടുക്കുന്നതിന്റെ വേദന. മരണത്തിന്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ കെടുതി അതാണ്. രണ്ടാമത്തെ കെടുതി, ഈ റൂഹ് പിടിക്കാൻ വരുന്ന മലക്കിന്റെ മുഖം കണ്ടാൽ പേടിച്ചു പോകുമേ. അല്ലാഹു നമുക്ക് അഭയം നൽകട്ടെ. മൂന്നാമത്തെ കെടുതി, പാപികളായ ആളുകളാണ് മരിക്കുന്നത് എങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അവൻ ചെന്ന് ചേരേണ്ട നരകത്തിന്റെ ചിത്രം കാണിക്കപ്പെടുമത്രേ. അത് കാണുമ്പോ വല്ലാത്ത വേദന ഉണ്ടാവും. ഇങ്ങനെ 3 അവസ്ഥ ഒരു മരണാസന്നൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നു. മഹാനായ ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മഹാനവറുകൾ പറയുന്നു, വലൗ അന്നൽ മയ്യതൻ നശ്നുശിറ ഫഅഖ്ബറ അഹ്ലൽ അർളി ബിൽ മൗതി മൻതഫഉ ബിഐശ് വലാ ലദു ബിനൗം. ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഒരാൾ മരിച്ചു, ഖബറിലാണ്. ഖബറിൽ കിടക്കുന്ന ആളെ പുനർജീവിപ്പിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, എടോ നീ മരിച്ചപ്പോൾ അനുഭവിച്ച വേദന എങ്ങനെയെന്ന് ചോദിച്ചാൽ അവനവന്റെ ചടുലമായ ഭാഷയുടെ വൈഭവത്തിൽ അവൻ അനുഭവിച്ച വേദനയെ കുറിച്ച് പറഞ്ഞാൽ ദുനിയാവ് കൊണ്ട് മനുഷ്യര് ഒരു സുഖത്തിലും എത്തൂല. ഉറങ്ങാൻ കിടന്നാൽ അവന്റെ ഉറക്കം നഷ്ടമാകുമേ. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം മരണത്തെ എന്നും ഓർക്കുമായിരുന്നു. എന്നിട്ട് ദുആ ചെയ്യുമായിരുന്നു, പടച്ച റബ്ബേ, അല്ലാഹുമ്മ ഇന്നക തഅഖുദുർ റൂഹ മിൻ ബൈനിൽ അസ്ബി വൽ ഖസ്ബി, നാഡീ ഞരമ്പുകൾക്കിടയിൽ നിന്ന് റൂഹിനെ വലിച്ചൂരി പിഴുതെടുക്കുന്ന അല്ലാഹ്. അല്ലാഹുവേ, വൽ ഖസ്ബി വൽ അനാമിലി, വിരൽ പുച്ഛങ്ങളുടെ
തുമ്പിലിരിക്കുന്ന റൂഹിനെ വലിച്ചൂരുന്ന അല്ലാഹ് അഇന്നി അലൽ മൗതി, എന്റെ മരണം നീ എനിക്ക് എളുപ്പമാക്കണേ അല്ലാഹ് ദുആ ചെയ്യുമായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ഒരു ശ്രദ്ധയും ആലോചനയും നമുക്കുണ്ടാവണം. ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണം. നല്ല മനുഷ്യനെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ നമ്മൾ നമുക്ക് വേണ്ടി സമ്പാദിക്കണം. ഒന്നുകൂടി പറയട്ടെ, നമ്മൾ ഇന്ന് മരിച്ചുപോയവർ ഖബറിൽ കിടക്കുന്നത് വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവനെ പോലെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഹദീസ് കാണാം. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൽ മയ്യിത്തു ഫിൽ ഖബ്രി ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസി. വെള്ളത്തിൽ നീന്താനറിയാത്തവൻ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴുന്നവനെ പോലെ ഖബറിൽ കിടക്കുന്നവൻ ഇപ്പോൾ മുങ്ങിത്താണുകൊണ്ടിരിക്കുകയാണ്. എന്തതിറു, ആര് കയ്യ് പിടിച്ചു കയറ്റുമെന്നാണ് അവൻ പ്രതീക്ഷിക്കുന്നതെന്നറിയുമോ? ദഅവതൻ തൽഹഖുഹു മിൻ അബിൻ ഔ ഉമ്മിൻ, വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സഹോദരനോ കൂട്ടുകാരനോ ഭാര്യയോ ഭർത്താവോ എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ എന്ന് ഖബറിൽ കിടന്ന് മയ്യിത്ത് ആഗ്രഹിക്കും, ആലോചിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ആരെങ്കിലും അവന് വേണ്ടി ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആ ഖബറിലേക്ക് എത്തുമ്പോ ഒരു പർവ്വതത്തിന്റെ വലിപ്പത്തിലാ ഖബറിലേക്ക് എത്താ. അംസാലൽ ജിബാൽ, അങ്ങനെ ചെയ്യപ്പെടുന്ന ദുആ ഖബറിലേക്ക് എത്തുമ്പോ ദുനിയാവും അതിലുള്ള സർവ്വതും കിട്ടുന്നതിനേക്കാളും സന്തോഷമാ. നമ്മളിൽ നിന്നും മരിച്ചുപോയവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദുആ അവിടെ എത്തുമ്പോൾ അവർക്ക് ഉണ്ടാവാ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ അവസ്ഥ എനിക്കും നിങ്ങൾക്കും നാളെ വരാനുള്ളതാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ കബൂലാക്കണേ തമ്പുരാനെ. പടച്ച റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാഹ്. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നീ തന്ന എല്ലാ നിഅമത്തുകളും ഞങ്ങളിൽ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാഹ്. ഹജ്ജ് ഉംറ സിയാറ ഞങ്ങളുടെ സ്വപ്നമാണ്, നീ നിറവേറ്റി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ആഖിബത്ത് നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്. ربنا رحمهم كما ربونا صغارا بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.